വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് 2 ദിവസങ്ങളിലായിട്ട് ജൂലൈ 3-ാം തീയതി 4-ാം തീയതിക്കായിട്ട് ഈ റീചാർജുകളിൽ വി ഐയിലും അതുപോലെ തന്നെ എയർടെല്ലിലും ജിയോയിലുമെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എയർടെല്ലും ജിയോയുമാണ് 3-ാം തീയതി തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതിൽ 11 മുതൽ 16% വരെയുള്ള വർധനവാണ് റീചാർജുകളിലെല്ലാം അവർ നടത്തിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് എയർടെല്ലിൻ്റെ 2-3-4 ഒരു മാസത്തെ പ്ലാനുകളിൽ വരുന്ന മെയിനായിട്ടുള്ള റീചാർജിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ഒരു മാസത്തെ പ്ലാനിൽ ആദ്യത്തേത് 299 ഒരു പ്ലാനാണ് അവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മുമ്പ് 1.5 GB ആയിരുന്നത്, അതല്ലെങ്കിൽ ചിലർക്ക് ഓഫറിലപ്പോൾ 2 GB കിട്ടിയിരുന്നത് ഇപ്പോൾ 1.5 GB ആയിട്ട് അവർ നിജപരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് 349 രൂപയുടെ ഒരു പ്ലാനും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1.5 GB ആണ് അതിൽ നെറ്റ് ഡെയിലി കിട്ടുന്നത്. അതുപോലെ തന്നെ 450 രൂപയുടെ ഒരു മൂന്നാമത്തെ ഒരു പ്ലാനും അതിൽ 2.5 GB നെറ്റും അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ 100 SMS എല്ലാ പ്ലാനിലും കിട്ടും. പിന്നെ 449 രൂപയുടെ ഒരു പ്ലാൻ ഉണ്ട്, അതിൽ 3 GB പെർ ഡേ. ഇത്തരത്തിലുള്ള 4 ഓഫറുകളാണ് എയർടെൽ അതിൻ്റെ 28 ദിവസത്തെ ഒരു മാസത്തെ പ്ലാനുകളിലായിട്ട് ഫസ്റ്റ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പഴയ റീചാർജുകളിലെല്ലാം സാരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മാറ്റം വരുത്തിയിട്ടുള്ളത് 2 മാസത്തെ, അതായത് 56 ദിവസത്തെ പ്ലാനുകളിൽ വരുത്തിയിട്ടുള്ള മാറ്റം. 479 എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നത് അത് നിർത്തി പകരം 579 ആക്കി ഒരു 100 രൂപയോളം വർധന വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 1.5 GB നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് 649 രൂപയുടെ ഒരു പ്ലാനാണ്, അതിൽ 2 GB പെർ ഡേ. അപ്പോൾ ഈ ഇതിലെല്ലാത്തിലും നമുക്ക് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ 100 SMS ഈ പ്ലാനുകളിൽ എല്ലാത്തിലും കിട്ടും. മൂന്നാമത് കൊടുത്തിട്ടുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചാൽ 84 ദിവസം 3 മാസത്തെ പ്ലാനാണ്. അതിൽ 719 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നത് നിർത്തിയിട്ട് 859 രൂപയാക്കിയിട്ട് അത് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ 1.5 GB പെർ ഡേ നെറ്റ് കിട്ടും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോള് SMS 100 പിന്നെ 979 രൂപയുടെ ഒരു പ്ലാനാണ്, അതിൽ 2 GB നെറ്റ് ഡെയിലി ഉണ്ടാവും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോള് SMS എന്നുള്ള സാധാരണ കിട്ടുന്ന ആ പ്ലാനുകളെല്ലാവരും നമുക്കതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു വർഷത്തേക്കായിട്ട് ഒരു 365 ദിവസത്തേതായിട്ടുള്ള ഒരു പ്ലാന് പുതിയതായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതിൽ 3599 രൂപയാണ് ആ പ്ലാനിന് വരുന്നത്. അപ്പോൾ ആ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമുണ്ട്. 299 രൂപ ഏകദേശം നമുക്ക് വരുന്നുള്ള 2 GB കിട്ടും. 299 രൂപയ്ക്ക് 1 GB ആണ് ഇപ്പോൾ നോർമൽ കിട്ടുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 28 ദിവസത്തേക്ക് കോള് മാത്രമായിട്ട് 179ൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ 199 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് 84 ദിവസത്തേക്ക് നമുക്കത് 509 രൂപയായിട്ടും അതുപോലെ തന്നെ 365 ദിവസത്തേക്കുള്ള പ്ലാനിൽ നമുക്കത് 1999 രൂപയായിട്ടുമാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തേക്ക് 2 GB-യും 3 മാസത്തേക്ക് 6 GB-യും ഒരു വർഷത്തേക്ക് 24 GB-യുമാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ മാസവും ഈ 2 GB വെച്ചിട്ടാണ് അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ബാക്കി SMS-കളെല്ലാം അൺലിമിറ്റഡ് ആണ്. 100 SMS ആണ് അതിൽ കിട്ടുക, അല്ല 300 SMS ആണ് ഒരു മാസം കിട്ടുക. അതിലെല്ലാം മാറ്റങ്ങളൊന്നും കാര്യമായിട്ട് അവർ വരുത്തിയിട്ടില്ല. ബാക്കി കോളുകളെല്ലാം ഈ പറഞ്ഞ 3 പ്ലാനുകളിലും അൺലിമിറ്റഡ് കോളുകളായിട്ടാണ് നമുക്കത് കിട്ടുന്നത്. അതുപോലെ തന്നെ നെറ്റിൻ്റെ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉണ്ടായിരുന്ന ഡാറ്റ പ്ലാനുകളിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 22 രൂപയുടെ ഒരു പുതിയ പ്ലാന് 19 രൂപ ക്യാൻസൽ ചെയ്തിട്ട് അവർ 22 രൂപയ്ക്ക് 1 GB-യും 33 രൂപയ്ക്ക് 2 GB-യും അതുപോലെ തന്നെ പ്ലാൻ്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് നമ്മൾ ഓൾറെഡി ഉള്ള പ്ലാനിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യുമ്പോൾ 77 രൂപയ്ക്ക് 4 GB നമുക്ക് ഏത് പ്ലാനാണോ നിലനിൽക്കുന്നത് അതിൻ്റെ വാലിഡിറ്റി കിട്ടുന്നത് വരെ നമുക്ക് കഴിയുന്നത് വരെ നമുക്ക് 77ൻ്റെ പ്ലാൻ കിട്ടും. മറ്റേ 2 റീചാർജുകളും 22, 33 അത് ഒരു ദിവസത്തെ വാലിഡിറ്റി മാത്രമേ ആ റീചാർജുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ റീചാർജ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ദിവസത്തെ ആവശ്യത്തിന് 22ഉം അത് കൂടുതൽ ഉപയോഗമുണ്ടെങ്കിൽ നിങ്ങൾക്കത് 33 രൂപയുമായിട്ട് റീചാർജ് ചെയ്യാവുന്നതാണ്. മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 265 രൂപ ഉണ്ടായിരുന്ന പ്ലാൻ 1 GB ഡെയിലി ഉണ്ടായിരുന്നത് 299 രൂപയായി. അതിൽ 34 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 299 രൂപയുടെ പ്ലാൻ ഉണ്ടായിരുന്നത് 1.5 GB, അത് 349 രൂപയായപ്പോൾ അതിന് 50 രൂപയുടെ പ്രൈസ് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് 359 രൂപയുടെ 2.5 GB പ്ലാൻ മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ 409 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 50 രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പ് 399 രൂപയുടെ പ്ലാൻ ഉണ്ടായിരുന്നത് 3 GB, അത് 449 രൂപയായിട്ട് 50 രൂപയുടെ വർധനവ് ഈ 4 റീചാർജുകളിലും ഏകദേശം ഒരു 50 രൂപയുടെ അടുത്തുള്ള മാറ്റമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഡാറ്റ പ്ലാനുകളിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ 479 രൂപയുടെ ആ പ്ലാൻ ഉണ്ടായിരുന്നത് 1.5 GB
579 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 രൂപയുടെ വർധനവ് അതിൽ മന്ത്ലി പ്ലാനിൽ 2 മാസത്തെ പ്ലാനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന 549 രൂപയുടെ 2 GB പ്ലാന് 649 രൂപയായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടിലും 100 രൂപയുടെ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 3 മാസത്തെ 84 ദിവസത്തെ പ്ലാനുകളിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ 719 രൂപക്കായിരുന്നു നമുക്ക് മുമ്പ് ജൂലൈ 3 തീയതി വരെ 1.5 GB നെറ്റ് കിട്ടിയിരുന്നത്. അതിപ്പോൾ 859 ആയിട്ട് മാറിയിട്ടുണ്ട്. 140 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ 839 രൂപയ്ക്ക് 2 GB കിട്ടിയിരുന്ന സ്ഥാനത്ത് അത് 979 രൂപയാവുകയും അത് 140 രൂപയോളമാണ് അത് 3 മാസത്തെ പ്ലാനിൽ നമുക്ക് വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വർഷത്തെ പ്ലാനിൽ നമ്മൾ വൺ ഇയർ പ്ലാനിൽ 2999 രൂപയ്ക്കായിരുന്നു നമുക്ക് 2 GB ഡെയിലി കിട്ടിയിരുന്നത് 12 മാസത്തേക്ക്. അതിൽ വർധനവ് 3599 രൂപയായിട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വർധനവുകളാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഡാറ്റ പ്ലാനുകളിൽ നമുക്ക് ഈ നോർമൽ ഈ കോൾ മാത്രമുള്ള ഓഫറുകൾ 179 രൂപ അതിൽ 199 രൂപയാവുകയും അതിൽ 20 രൂപയാണ് വർദ്ധിച്ചത്. അതുപോലെ തന്നെ 455 രൂപയുടെ 2 മാസത്തെ കോൾ ഓഫർ ഉണ്ടായിരുന്നത് അത് 509 രൂപയായിട്ട് വർദ്ധിച്ചു. 54 രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 1799 രൂപയുടെ ഒരു വർഷത്തെ പ്ലാന് നമുക്ക് 1999 രൂപയായിട്ട് വർദ്ധിച്ചു. അതിന് 200 രൂപയുടെ മാറ്റമാണ് ഈ പറഞ്ഞ ഈ ഒരു വർഷത്തെ പ്ലാനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ നമുക്ക് ഈ ബേസിക് കോൾ ഓഫറുകൾക്കും അതുപോലെ തന്നെ ഡാറ്റ ഓഫറുകൾക്കും മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കടയിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിരന്തരം പറയുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും നമുക്കിത് പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ ഡാറ്റ പ്ലാനുകളിൽ നമുക്കിത് 19 രൂപയുടെ പ്ലാനിൽ നമുക്ക് 1 GB കിട്ടിയിരുന്നത് 22 രൂപയായിട്ട് ഒരു 3 രൂപയുടെ വർധനവിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 29 രൂപയുടെ ഓഫറിൽ 2 GB ആയിരുന്നു നമുക്ക് നെറ്റ് ഡാറ്റ ആഡ് ഓൺ കിട്ടിയിരുന്നത് 33 രൂപയായി 4 രൂപ വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് പ്ലാന് 65 ആയി. അപ്പോൾ നമുക്കതിൽ 4 GB ആണ്. അപ്പോൾ 12 രൂപയാണ് നമുക്ക് ഈ എക്സസ് പ്ലാൻ, അതായത് നമ്മൾ ഓൾറെഡി പ്ലാൻ ഉള്ളതിൻ്റെ വാലിഡിറ്റി കിട്ടുന്ന രീതിയിലുള്ള 77 രൂപയുടെ പ്ലാനിൽ 65-77 ആയപ്പോൾ നമുക്കത് 12 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 50 രൂപ മാസം എന്ന രീതിയിലാണ് ഓരോ മാസത്തിനും അത് പ്രതിമാസത്തിൽ വർധന വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 600 രൂപയോളം നമുക്കൊരു വർഷത്തേക്ക് എക്സ്ട്രാ നമുക്കിതിനു വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ വലിയൊരു വീഡിയോ ആവുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് എയർടെല്ലിൻ്റെ ഇത് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഐഡിയയുടെയും അതുപോലെ തന്നെ ജിയോയിലെയും വന്നിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കമ്പാരിസണും എല്ലാം നമുക്ക് അടുത്ത വീഡിയോകളിലെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. വലിയ ലെങ്തായ വീഡിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എയർടെല്ലിനെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ